ഗുരുവായൂരിലെ ഉത്സവവിശേഷമായ കഞ്ഞിയും മുതിരയും അടങ്ങുന്ന പ്രസാദ ഊട്ട് പന്തി ഉണർന്നു. ആയിരക്കണക്കിന് ഭക്തർ ഭഗവാന്റെ പ്രസാദ ഊട്ടിൽ പങ്കെടുത്തു. ഞായറാഴ്ച രാവിലെ 9 ഉദ്ഘാടനം. തെക്കേനടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ സജ്ജീകരിച്ച വേദിയിലെ ശ്രീ ഗുരുവായൂരപ്പന്റെ ചിത്രത്തിന് മുന്നിലെ നിലവിളക്കിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ദീപം പകർന്നു. ശ്രീ ഗുരുവായൂരപ്പനായി വാഴയിലയിൽ തേങ്ങാപ്പൂളും ശർക്കരപ്പൊടിയും പപ്പടവും ഉപ്പും നിരന്നു. പാളപാത്രത്തിൽ കഞ്ഞിയും മുതിരപ്പുഴുക്കും ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ വിളമ്പി. തുടർന്ന് ഭക്തജനങ്ങളെ പന്തലിലേക്ക് ക്ഷണിച്ച് കഞ്ഞിയും പുഴുക്കും വിളമ്പി നൽകി. ഉദ്ഘാടന ചടങ്ങിൽ ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥ്, മനോജ് B നായർ, KS ബാലഗോപാൽ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ദേവസ്വം ജീവനക്കാർ എന്നിവർ സന്നിഹിതരായിരുന്നു. നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ഈ വർഷത്തെ മഹോത്സവത്തോടനുബന്ധിച്ച് പ്രസാദോട്ട് രാവിലെ കൃത്യം 8:45 ബ്രഹ്മശ്രീ ദിനേശൻ നമ്പൂതിരിപ്പാട് ചെയർമാനും മെമ്പർമാരും ചേർന്ന് സത്യദീപം തെളിച്ച് ആരംഭിച്ചു. കൃത്യം 9 മണിക്ക് തന്നെ പ്രസാദോട്ടിൻ്റെ കണക്ക് ആരംഭിച്ചു. ഏകദേശം 12-1 മണിയോട് എടുക്കുന്നു. ഈ സമയത്ത് ഏകദേശം ഒരു 12,000-ഓളം ആളുകൾ ഒരു 10 ട്രിപ്പ് ഇപ്പോൾ ആയിട്ടുണ്ട്. ഏകദേശം 1200 പേര് ഓരോ ട്രിപ്പിലും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഭക്തര് ഇത്തവണത്തെ പ്രത്യേകത ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കുണ്ടെങ്കിൽ കൂടി ക്രമീകരണങ്ങൾ നന്നായി നടത്തിയോടും തന്നെ ഭക്തർക്ക് മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട ഒരവസ്ഥ വന്നിട്ടില്ല. ഇവിടെ എത്തിച്ചേരുന്ന മുഴുവൻ ഭക്തർക്കും അവരുടെ വയറ് നിറച്ച് ഭക്ഷണങ്ങൾ നൽകി ഉത്സവ ചടങ്ങുകൾ ആദ്യത്തെ ദിവസം ഏറ്റവും ഭംഗിയായിട്ട് ഇന്ന് മുന്നോട്ട് പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ചടങ്ങുകളും വളരെ ഭംഗിയായിട്ട് ഇന്ന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 9 നാൾ ഈ പരിപാടികൾ ഇവിടെ നന്നായി നടത്താൻ കഴിയും. അതിന് നല്ല സഹകരണമാണ് ഇവിടെ എല്ലാവരുടെയും ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്.